കാരുണ്യാമൃതലോചനം കാരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞിരിക്കുന്നു. പല പ്രകാരത്തിൽ നമ്മളതിൽ പങ്കാളിത്തം വഹിക്കുകയുണ്ടായി. ഗുരുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതത്തിന് കാലോചിതമായ ഒരു നവീകരണം ഇതിലൂടെ സാധ്യമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി വരുന്ന കാലം ഏതാണ്ട് ഉത്സവകാലമാണെന്ന് പറയാം. ഗുരുക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലുമെല്ലാം ഏറിയും കുറഞ്ഞുമൊക്കെ വിപുലമായും ചുരുങ്ങിയുമൊക്കെ ഉത്സവങ്ങൾ നടക്കും. അപ്പോൾ അതിലെല്ലാം നമ്മൾ പങ്കാളികളാകും. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഗൗരവബുദ്ധ്യാ സ്വീകരിക്കാത്തത് കൊണ്ട് പലപ്പോഴും നാടോടുമ്പോൾ നടുവേ ഓടേണ്ടി വരികയാണ്. പല കാര്യങ്ങളോടും നമ്മൾ സഹകരിക്കുന്നത് സഹകാരികളോടുള്ള ബന്ധം വെച്ച് മാത്രമാണ്. പല കാര്യങ്ങളിലും വിയോജിച്ചുകൊണ്ട് തന്നെയാണ് സഹകരിച്ചു പോകുന്നത്. ഗുരുവും സനാതനധർമ്മവും എന്ന വിഷയം ഈ ദിവസങ്ങളിൽ സജീവമായതുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തി ആയിരിക്കും മിക്കവരും ഇന്നത്തെ സംഭാഷണത്തിന് ശ്രദ്ധ തരാൻ പോകുന്നത്. പല മനോഭാവങ്ങളിലായിരിക്കും ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആദ്യമേ സൂചിപ്പിക്കുന്നത് അതെല്ലാം നമ്മൾ അങ്ങ് വിടുക. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളോടൊന്നും ബന്ധപ്പെടുത്താതിരിക്കുക. ഗുരുവിൻ്റെ സവിശേഷത എന്താണ്? നമ്മൾ പലവട്ടം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ പലതും ഉണ്ടായിരുന്നു. കാലങ്ങളിലൂടെ ഇവിടെ പലതും രൂപപ്പെട്ട് പോഷിച്ചു വന്നിരുന്നു. ദർശനങ്ങളും അങ്ങനെ തന്നെയാണ്.
ഗുരുവും ഒരു ദർശനം അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അതിനെ നമ്മൾ ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നു. ധർമ്മം അത് അനാദി ആണ്, അത് സനാതനമാണ്. പക്ഷേ ഗുരുവിൻ്റെ പേരിലും ഒരു ധർമ്മ സംഹിതയുണ്ട്. അതിനെ നമ്മൾ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നു. ഈ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും ശ്രീനാരായണ ധർമ്മ സംഘവും സംസ്ഥാപനം ചെയ്യപ്പെട്ടത്. ഗുരുവിൻ്റെ സവിശേഷത നാം കാണാൻ പോകുന്നത് മുമ്പേ ഉണ്ടായിരുന്ന ഒന്നിനെയും അവിടുന്ന് നിരാകരിക്കുകയുണ്ടായില്ല, സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പ്രത്യേകത, അതിൻ്റെ പ്രയോജനത്തെ ലക്ഷ്യമാക്കി എന്നതാണ്. ഇത് പ്രയോജനം ചെയ്യേണ്ടത് മനുഷ്യനാണ്. മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും ജാതിയോ മതമോ ദർശനമോ സംഘടനയോ ഒന്നുമില്ല. കേവലം ജൈവികമായ വാസനയിൽ മാത്രം അവരുടെ ജീവിതം ഒതുങ്ങുകയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവൻ ഒരു സംസ്കാരത്തെ സ്വീകരിക്കുന്നു. അവനിലൂടെ സംസ്കാരം പുഷ്ടിപ്പെട്ടു വരുന്നു. ചിലപ്പോൾ സംസ്കാരം അധപ്പതിച്ചും പോകുന്നു. ഇതിൻ്റെ ഗുണവും ദോഷവുമെല്ലാം നമ്മൾ കാണുന്നതാണ്. പ്രിയമുള്ളവരെ, എല്ലാം മുന്നിലാലേ ഉണ്ടായിരുന്നു എന്നത് ശരി. പക്ഷേ എന്തിനായി അതുണ്ടായി, എന്തിനായി അത് നിലനിൽക്കണം, എന്തിനായി അത് പരിപാലിക്കപ്പെടണം, ഈ ലക്ഷ്യത്തിൽ നിന്നെല്ലാം അത് അകന്നുപോയിരുന്നു. ആത്യന്തികമായി ഇത് പ്രയോജനപ്പെടേണ്ടത് മനുഷ്യനാണ് എങ്കിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരിൽ നിന്നും അത് അകന്നുപോയിരുന്നു. അവരെ ബാധിക്കാത്ത, അവരെ ബന്ധിക്കാത്ത ഒരു വിഷയമായി, പൊതുവിൽ പറഞ്ഞാൽ ധർമ്മം അഥവാ ആത്മീയത വേറിട്ട് പോയിരുന്നു. ഗുരു പ്രധാന ഉപദേശങ്ങളെല്ലാം നൽകിയപ്പോൾ ഇത് മനുഷ്യന് വേണ്ടിയാണ്, അഥവാ മനുഷ്യനോട് ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് സന്ദേശങ്ങളുടെ അവസാനം മനുഷ്യനെ എന്ന് ചേർക്കുകയുണ്ടായത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു നിർത്താതെ മനുഷ്യനെ എന്ന് ചേർത്ത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവിടെ ലക്ഷ്യം മനുഷ്യനാണ്.
മറ്റുള്ളതെല്ലാം മനുഷ്യനെ ഉണർത്തുവാൻ, മനുഷ്യനെ തെളിക്കുവാൻ, മനുഷ്യനെ ഉയർത്തുവാനുള്ള മാർഗങ്ങളത്രേ. എന്നാൽ മുൻകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് മനുഷ്യനെ ഉണർത്തുകയോ തെളിക്കുകയോ ഉയർത്തുകയോ ചെയ്യേണ്ട ധർമ്മമാകട്ടെ, അതിനോട് അനുബന്ധിച്ച മാർഗങ്ങളാകട്ടെ, മനുഷ്യനെ ഭിന്നിപ്പിക്കുകയായിരുന്നു, തമ്മിലകറ്റുകയായിരുന്നു. എന്നു മാത്രമല്ല, അവരുടെ ഇടയിൽ വിഭാഗീയതകൾ വളർന്ന് വൈരം വളർന്ന്, അത് ആശയപരമായ സംഘർഷങ്ങൾ മാത്രമല്ല, കായികമായ ഗുരുതര സംഘർഷങ്ങൾക്കും വഴിവെക്കുകയുണ്ടായി. എത്രയോ ജീവനുകൾ അതിൽ ഹോമിക്കപ്പെടുകയുണ്ടായി. ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കുക. എത്ര നല്ല ആശയമാണെങ്കിലും ദർശനമാണെങ്കിലും തത്വചിന്തയാണെങ്കിലും അത് അതിൻ്റെ അർത്ഥത്തിൽ മനുഷ്യൻ ഉൾക്കൊള്ളാതെ വന്നാൽ അത് വിനാശകരമായി തീരും. മനുഷ്യനാണ്, അവൻ്റെ മനസ്ഥിതിയാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ഇതുവഴി ഉയരാൻ ശ്രമിക്കാതെ വിഭാഗീയതകളിൽപ്പെട്ട് ലക്ഷ്യം മറന്ന് വിഭാഗീയമായ അഭിമാനവും ജയവും മാത്രം ലക്ഷ്യമായി തീരുമ്പോൾ അവിടെയെല്ലാം തങ്ങളുടെ ചൊൽപ്പടിയിലാക്കാനുള്ള ഒരു വെമ്പലുണ്ടാവും. തങ്ങൾ മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരെല്ലാം തെറ്റെന്നുമുള്ള ധാരണ രൂഢമൂലമാകും. ഇവിടെ മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്ത് തങ്ങൾക്കനുകൂലമായവരെ മാത്രം നിലനിർത്തി പോകുവാനുള്ള അതീവ ഗുരുതരമായ ചിന്തയിലേക്കും അവർ അധപ്പതിക്കും. ഇവിടെ സംഭവിക്കുന്നത് മനുഷ്യൻ വിസ്മരിക്കപ്പെടുന്നു എന്നതാണ്. ഇവിടെയാണ് ഗുരുദേവന്റെ പ്രസക്തി. ഒന്ന് ഓർത്തു നോക്കൂ. അവിടുന്ന് എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ് ചെയ്തത്. എല്ലാത്തിനെയും സ്വീകരിക്കുമ്പോൾ അവിടുന്ന് ഒരു വേള സൂചിപ്പിക്കുന്നുണ്ട്, നല്ലത് മാത്രമായ ഒന്നില്ല, നല്ലതല്ലാത്തത് മാത്രമായ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നല്ലതുണ്ട്, അതുപോലെ തന്നെ ചീത്ത വശങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ ആ യുഗധർമ്മം ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളുടെയും എല്ലാ ദർശനങ്ങളുടെയും മനുഷ്യൻ അനുഗുണമായി വരുന്ന എല്ലാ വശങ്ങളെയും സംശീകരിച്ച് അതിനെയെല്ലാം
സമന്വയിപ്പിച്ച് ഒരു ദർശനം അവതരിപ്പിക്കുക എന്നതാണ്. അങ്ങനെ അവിടുന്ന് സ്വകീയ കൃതികളിലൂടെ ആ ദർശനത്തെ അവതരിപ്പിച്ചു. ഇപ്പൊ ഗുരുവിന്റെ ദർശനം ഏത് എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ വരുന്ന ഉത്തരം അത് അദ്വൈത ദർശനമാണ് എന്നാണ്. അതിനെപ്പറ്റി വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല. ഗുരു തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതിന് ഉപോത്ബലകമായിട്ടാണ് ഗുരുവിൻ്റെ പല കൃതികളും സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത്. അദ്വൈത ദർശനം. അപ്പം നമ്മൾ ഗുരുദേവ ഭക്തന്മാർ ഗുരുവിൻ്റെ ഒരു ഉപദേശത്തെ സ്വീകരിക്കുന്നത് കൊള്ളാം. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ഉപദേശം. സത്യാന്വേഷണ ബുദ്ധി തെളിയാത്ത മനുഷ്യർ ഏതെങ്കിലും ഒന്നിനെ, ഒരു ഗ്രന്ഥത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രമാണമായി സ്വീകരിക്കുക തന്നെ വേണം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അത് എല്ലാവരും ശ്രദ്ധിച്ചു വേണം. ഒരു പ്രമാണ ഗ്രന്ഥത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഒരടിസ്ഥാനം നമുക്കുണ്ടാവില്ല. ഈ കാണുന്നതെല്ലാം പഠിച്ച് ഒരൊന്നുമല്ലാത്ത രീതിയിൽ ആയിത്തീരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രമാണ ഗ്രന്ഥം. അത് ഇന്നതെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. ഏത് പ്രമാണ ഗ്രന്ഥം സ്വീകരിക്കണം, ഒട്ടും വേവലാതി വേണ്ട. നമുക്ക് ശ്രീനാരായണ ദർശനമുണ്ട്. അതിനെ സ്പഷ്ടമാക്കുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതികളുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ്. ഇനി ഇത് സ്വീകാര്യമല്ലാത്തവർ ഭഗവത്ഗീത തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രമാണ ഗ്രന്ഥം, മറ്റുള്ളവർക്കാണെങ്കിൽ ബൈബിളുണ്ട്, ഖുറാനുണ്ട്, ഓരോ മതവിഭാഗങ്ങൾക്കും അതുണ്ടാവും. ഇപ്പോൾ ഒരാശയം, ഒരു ദർശനം ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ ഇതുപോലൊന്ന് പ്രമാണമായി സ്വീകരിക്കണം എന്ന് പറയുന്നത് അതിൽ തന്നെ കടിച്ചു തൂങ്ങണമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു പ്രാമാണികമായ ഒരു ഗ്രന്ഥത്തെ ഊന്നിക്കൊണ്ട് അങ്ങനെ ആശയപരമായ ഒരു അടിത്തറ വന്ന് കഴിഞ്ഞാൽ മറ്റു മതങ്ങളിലേക്കും അവരുടെ ആശയങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ വളരെ എളുപ്പമാകും. അതിനാണ് അങ്ങനെ പറയുന്നത്. ഈ ഒരർത്ഥത്തിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഒന്ന്, ഒരു പ്രമാണ ഗ്രന്ഥം നമുക്കുണ്ട്. രണ്ടാമത്, ആ പ്രമാണ ഗ്രന്ഥമാകട്ടെ സകല മതങ്ങളുടെയും ദർശനങ്ങളുടെയും സമന്വയമാണ്. പതിര് പാറ്റിക്കളഞ്ഞ് നല്ല കതിർമണികളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആശാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നുവാനിലെന്നാണ്. ആ കതിർക്കാമ്പ് കൊത്തുവാൻ ഭാഗ്യമുണ്ടായവരാണെന്ന്.
ഗുരുവിൽ ഇങ്ങനെ ഒരു ദർശനം, ഇത് സനാതനമായ ദർശനം എന്ന് തന്നെ പറയട്ടെ. ഈ സനാതനം എന്നതിനെ നമ്മൾ മുൻവിധിയോടെ കാണാൻ പാടില്ല. പല തവണ ഗുരു ഉപയോഗിച്ചിട്ടുള്ള പദമാണത്. ഇപ്പൊ ഇത് മറ്റു ചിലരുടേത് ആയി കാണുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്, ഒരു സംശയവുമില്ല. ഇപ്പൊ ചില പ്രസ്ഥാനത്തിലുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് അവരുടെ ചില നടപടികൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രസ്ഥാനത്തിലുള്ളവർ ലാൽ സലാം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലായി ഏത് പ്രസ്ഥാനക്കാരാണ്. ചിലർ ഹരി ഓം എന്ന് പറയുമ്പോഴും ഏത് പ്രസ്ഥാനമാണെന്ന് മനസ്സിലായില്ല എങ്കിൽ ഏത് സമ്പ്രദായമാണെന്ന് മനസ്സിലായി. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ സ്പഷ്ടമായി. അപ്പൊ ഇതുപോലെ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുവാൻ ഇതുപോലുള്ള ചില അടയാളങ്ങൾ നമുക്കുണ്ട്. സനാതനം എന്ന് പറയുന്നത് ചിലർക്കിഷ്ടമില്ലാത്ത ഒരു വിഭാഗത്തെ വിളിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു പേരല്ല. ഇപ്പൊ ഒരു ഉദാഹരണം കൂടി പറയാം. കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ ആ പറയുന്നവരുദ്ദേശിക്കുന്നത് എന്താണ്? അത് ഈ സംഘപരിവാറിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുന്നു, അതിന്റെ ആശയം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവരത് പറയുന്നത്. എന്തേ കാവി എന്ന് പറയുന്നത് അതാണ്? നോക്കൂ, ഞങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന കാവിയാണ്. എല്ലാ മഠങ്ങളിലും ഈ സന്യാസത്തിന്റെ ദീക്ഷകാവ്യ വസ്ത്രമാണ്. ഒറ്റപ്പെട്ട അപൂർവ സംഭവങ്ങൾ മാത്രമേ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് പൊതുവായി പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്തു നോക്കൂ, ചിന്തിക്കാത്തവർ, അറിയാത്തവർ, നല്ല അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ, അവരുടെ ചില അശ്രദ്ധയാണ് വിപുലമായ ഒരു ലിങ്കിലൂടെ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ച് അതിനെ സ്ഥാപനവൽക്കരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കുറ്റം പറഞ്ഞതല്ല. ഇതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ സനാതനികൾ എന്ന് പറയുന്നു. ഏത് വിഭാഗമാണേലും അവർക്കൊരു പേര് കാണുമല്ലോ. ആ പേരങ്ങ് പറഞ്ഞാൽ പോരെ സ്പഷ്ടമായിട്ട്. എന്തിനാ ഈ വളച്ചു ചുറ്റി പറയുന്നത്? അവരുദ്ദേശിക്കുന്ന സംഘത്തെയാണ് എങ്കിൽ അത് സംഘം, അല്ലെങ്കിൽ ഇന്നത് തന്നെ എന്നങ്ങ് പറയാമല്ലോ. അപ്പൊ അവരുടെ ആശയം അവരടിച്ചേൽപ്പിക്കുന്നു എന്നാണെങ്കിൽ അത് നേരെ അതങ്ങ് പറഞ്ഞുകൂടെ? അതിന് കാവ്യവൽക്കരണം, ഇപ്പൊ പറയുന്ന പോലെ സനാതനം. അപ്പൊ ഇത് പറഞ്ഞത് എല്ലാവരും അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടെ സനാതനം എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ധർമ്മത്തോട് ചേർന്നാണ് സനാതനം, സനാതന ധർമ്മം എന്ന് പറയുന്നു. ഒരു കാര്യം ഓർക്കുക, ഈ പദം ബുദ്ധധർമ്മ സംഹിതയിലും ഉള്ളതാണ്. ബുദ്ധൻ ഓരോ ആശയവും അവതരിപ്പിച്ച് ഏഷധർമ്മ സനാതന എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കൂ, ധർമ്മ ശബ്ദത്തോടൊപ്പം
ആ ധർമ്മത്തിൻ്റെ സ്വഭാവമോ മഹിമയോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഉപചാരവാക്കെന്നോണം സനാതന എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് പോലെ, ആദരണീയനായ എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മുടെ അതിഥി, നമുക്കെല്ലാവർക്കും അറിയാം അതിഥി മാനിക്കപ്പെടേണ്ട ആളാണെന്ന്. എന്നാലും നമ്മൾ തൃപ്തരല്ല, മാനനീയ അതിഥി എന്ന് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ്? ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്, ഇതിനെ മാനിക്കേണ്ടതാണ്, മാനിക്കപ്പെടേണ്ട ആളാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുകയുമാണ്. ഇവിടെ സനാതനം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ധർമ്മം. ഒന്ന് ആന്തരധർമ്മം എന്ന് പറയും, രണ്ടാമത്തേത് ബാഹ്യധർമ്മം എന്ന് പറയും. ആന്തരധർമ്മം എന്ന് പറഞ്ഞാൽ എന്തിലാണോ ഈ ലോകം നിലനിൽക്കുന്നത്, എന്തിൽ നിന്നാണോ ഈ ലോകമുണ്ടായത്, എന്തിലാണോ ഈ ലോകം വിലയിക്കുന്നത്, അതിനെല്ലാം ആധാരമായി നിൽക്കുന്ന ശാശ്വതമായ അഥവാ സനാതനമായ സത്യം, അതിനെ പരമാത്മാവെന്നോ ബ്രഹ്മമെന്നോ പറയുന്നു. ഗുരു ഇത് സ്പഷ്ടമാക്കുന്നുണ്ട്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. എല്ലാം ഉത്ഭവിക്കുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും അതിൽ തന്നെ എന്നാകുമ്പോൾ പിന്നെ അതല്ലാതെ മറ്റൊന്നുമില്ല. അതിനാൽ പരമാത്മാവല്ലാതെ യാതൊന്നുമില്ല. നോക്കൂ, ഒരിക്കലും മാറ്റമില്ലാത്തത്, ഇളക്കമില്ലാത്തത്, ശാശ്വതമായത്, ക്ഷയമില്ലാത്തത്, ആദിയും അന്തവുമില്ലാത്തത്, ഇങ്ങനെയൊക്കെയാണ് സനാതനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. എല്ലാം കുടികൊള്ളുന്നത്, എല്ലാത്തിനെയും ധരിക്കുന്നത്, ഇതാണ് ആന്തരധർമ്മം എന്ന് പറയുന്ന പരമാത്മാവ് അഥവാ ബ്രഹ്മം. ഇത് ഗുരുദേവ കൃതികളിൽ സ്പഷ്ടമാണ്. ഇനി രണ്ടാമത് ബാഹ്യധർമ്മം എന്നൊന്നുണ്ട്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ ആചാര നടപടികളാണ്. അത് പക്ഷേ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ബാഹ്യധർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത നടപടികളെല്ലാം അതിൽ വരും. സാഹചര്യത്തിനനുസരിച്ച് ആചാരം, അത് ദേശകാല പരിതസ്ഥിതികൾക്ക് അനുകൂലമായ പ്രവൃത്തിയാണ്. ദേശവും കാലവും സാഹചര്യവും മാറുന്നതനുസരിച്ച് പ്രവൃത്തികൾക്ക് മാറ്റം വരും. അത് നമുക്ക് അറിയാവുന്നതാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ശീലമല്ല യൗവനാവസ്ഥയിൽ, പിന്നീട് വാർദ്ധക്യത്തിലൊക്കെ അത് മാറും. മഴയുള്ളപ്പോൾ, തണുപ്പുള്ളപ്പോൾ, ചൂടുള്ളപ്പോൾ നമ്മുടെ വേഷവിധാനത്തിനൊക്കെ മാറ്റം വരുന്നത് പോലെ. അപ്പൊ ബാഹ്യധർമ്മത്തിന്
ഒരു നിഷ്കർഷത വെച്ചുകൂടാ. പക്ഷേ അത് സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരിക്കണം, ദേശകാലങ്ങൾക്ക് ഇണങ്ങുന്നതായിരിക്കണം, അത് ഗുണകരമായിരിക്കണം, മനുഷ്യന് ശ്രേയസ്കരമായിരിക്കണമെന്നുണ്ട്, ഗുണകരമായിരിക്കണമെന്നുണ്ട്. അപ്പൊ ഏത് കാര്യവും അത് മനുഷ്യനെ നന്മയിൽ ഉറപ്പിക്കുമ്പോൾ അഥവാ നന്മയിലേക്ക് നയിക്കുമ്പോൾ മാത്രമേ അത് സാധുവാകുന്നുള്ളൂ. അപ്പൊ നോക്കൂ, അടിസ്ഥാനപരമായി നാം എപ്പോഴും വെച്ചു പുലർത്തേണ്ട ഒരു ചിന്തയുണ്ട്. ഞാൻ ഞാൻ ശരീരമല്ല, അറിവാകുന്നു അഥവാ പരമാത്മാവാകുന്നു. ഈ ബോധം ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്നാണ്. പ്രിയമുള്ളവരെ, കാണപ്പെടുന്നതെല്ലാം ഒന്നിൽ നിന്നുള്ളതാണ്. അത് പക്ഷേ ബാഹ്യധർമ്മം എന്ന് വരുമ്പോൾ പല നാമങ്ങളാകുന്നു, പല രൂപങ്ങളാകുന്നു. അവിടെ പക്ഷേ പല നാമത്തിലായാലും രൂപത്തിലായാലും അതിൻ്റെ ഏകതാബോധം, ഇത് പലതല്ല ഒന്നാണെന്ന ബോധം, അദ്വൈത ബോധം കൈവിടാതിരിക്കണം. അത് കൈവിടാതിരിക്കണം, എങ്കിലേ സമൂഹത്തിൽ ഭേദചിന്തകൾ ഇല്ലാതാവുകയുള്ളൂ. ഒരു ഉദാഹരണം ചിന്തിക്കാം. സ്വർണം. പൊതുവായി നമ്മൾ സ്വർണം എന്ന് പറയും. പക്ഷെ അതിന് രൂപമാറ്റം വരുമ്പോൾ സ്വർണമെന്നല്ല, അതിന് രൂപമായപ്പോൾ ഒരു രൂപം കൈവന്നപ്പോൾ, ഒരു പ്രത്യേക രൂപം കൈവന്നപ്പോൾ അതിന് മറ്റൊരു പേരായി. അതിനെ നമ്മൾ അതിൻ്റെ രൂപത്തിനനുസരിച്ച് മാലയെന്ന് പറയും, കമ്മലെന്ന് പറയും, വളയെന്ന് പറയും, മോതിരമെന്ന് പറയും, ചെയിനെന്ന് പറയും, അങ്ങനെ പലതും. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അതെന്താണ്? സ്വർണം. സ്വർണമില്ല എങ്കിൽ മാലയില്ല, വളയില്ല, മറ്റൊന്നുമില്ല, ആഭരണങ്ങളില്ല. ഈ തത്വം അറിയുന്നയാൾ കാണുന്നതെല്ലാം, ഈ കാണപ്പെടുന്നതെല്ലാം സ്വർണത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് ആത്യന്തികമായി സ്വർണം തന്നെയാണ്. താൽക്കാലികമായി ഉണ്ടായ അതിൻ്റെ രൂപം, അതിന് പുതിയൊരു നാമം കൈവരുത്തി എന്നും മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഇത് വെച്ചുകൊണ്ട് വേണം, ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ ചിന്തിക്കുവാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരുദേവ കൃതികൾ, പ്രത്യേകിച്ചും വേദാന്ത പ്രതിപാദകമായിട്ടുള്ള ഗുരുദേവ കൃതികൾ, അത് സാവകാശം പഠിച്ച് മനനം ചെയ്തു പോകുമ്പോൾ നിരന്തരമായ ഇതുപോലെയുള്ള ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും മാത്രമേ ഇത് നമുക്ക് സിദ്ധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് പല ഗുണങ്ങളും കൈവരും. എല്ലാം ഒന്ന്. വളയായാലും മാലയായാലും മോതിരമായാലും ഇനി എന്തൊക്കെയായാലും അത് തൽക്കാല നാമരൂപങ്ങൾ മാത്രം.
അതെല്ലാം ഒറ്റ സംജ്ഞയിൽ ഒതുങ്ങുന്നു: സ്വർണം. എന്നതുപോലാണ് ഈ കാണപ്പെടുന്നതൊക്കെ സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിൽ കാണുന്ന എല്ലാം തന്നെ ഒന്നിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉറച്ചാൽ നമ്മിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. ആ അവസ്ഥയിലെത്തിയ ഋഷിയാണ് സർവഭൂതവും ആത്മാവിലും ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി. അവൻ ഏകത്വ ദൃക്കായി തീരുകയാണ്. പലതായി കാണപ്പെടുന്നു, പല പേരിൽ അറിയപ്പെടുന്നു. ഇനി മറ്റൊന്ന് ചിന്തിക്കൂ. ഓരോരുത്തരും അവരവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരും പറയുന്ന ഒരു പൊതു പേരുണ്ട്. എന്താണ്? ഞാൻ. അതാര് പറഞ്ഞാലും ഞാനെന്നാണ് പറയുക. അവനവനെ ഞാൻ. ഈ ഞാനെന്ന് പറയുമ്പോൾ എന്താണ്? അത് ഞാൻ. നമ്മളത് ശീലിച്ചിരിക്കുന്നു. അന്നേരം കണ്ണ് ചോദിക്കുക, ഞാനും അതിൽ വരുമോ? പിന്നെ പുരികൻ ചോദിക്കുന്നു, അപ്പൊ ഞാനോ? നീയും ഉണ്ട്. അപ്പൊ നോക്കൂ, ഈ ശരീരത്തിൽ തന്നെ എത്ര നാമരൂപാദികളുണ്ട്. ഓരോ രോമക്കുത്തും സ്വയം ഞാൻ 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 എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? അതിന് അഹംഭാവാദികൾ ഉണ്ടായാൽ ഉള്ള അവസ്ഥ എന്താണ്? നോക്കൂ, ഈ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ ഈ അവയവങ്ങളെല്ലാം ഇതിനെയെല്ലാം ഒന്നായി നമ്മൾ ഞാൻ എന്ന് സങ്കല്പിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെ കണ്ടുകൂടെ? ഈ പ്രപഞ്ച സംവിധാനത്തെ ആകെ ഇതിനെയെല്ലാം, ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളെയെല്ലാം ഞാൻ എന്ന ഒറ്റ സംജ്ഞയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ച സംവിധാനത്തെ കൂടി അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് ആ സത്തയോട് ചേർന്ന് നമുക്ക് സ്വയം സങ്കല്പിച്ചുകൂടെ? അങ്ങനെ സങ്കല്പിക്കുമ്പോഴാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. ഈ കാണുന്നതൊന്നും തന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല. ഇത് ഈ കാണുന്നതെല്ലാം താൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രപഞ്ച സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മളും മാറുകയാണ്. ആ ഒരു ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിന്യമായിട്ട് ഒന്നുമില്ല എന്ന് മാത്രമല്ല, എല്ലാം വന്യമായിത്തീരും. ഇങ്ങനെയാണ് ഭേദചിന്തകൾ അസ്തമിക്കേണ്ടത്. ഇതായിരുന്നു ഗുരുദേവ ദർശനത്തിൻ്റെ പ്രധാന കാതൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭേദദേശങ്ങളില്ലാതെ സർവരും സോദരത്തേന വാഴുക. ആത്യന്തിക ലക്ഷ്യം അതാണ്. ഈ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അദ്വൈത ബോധം, എല്ലാം ഒന്നാണെന്നുള്ള ബോധം, തന്നിൽ നിന്ന് അന്യമായത് ഒന്നുമില്ല, അതെല്ലാം തൻ്റെ ഭാഗമാണെന്ന ബോധം, ലോകത്തെ സകല കാലുഷ്യങ്ങൾക്കും പരിഹാരമാണ് ഈ ദർശനം. നമ്മൾ ഭംഗിവാക്ക്
ഭാഷ വഴങ്ങുന്നത് കൊണ്ട് ലോകത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം ശ്രീനാരായണ ദർശനമാണ് എന്ന് ഉച്ചയിസ്തരം പ്രസംഗിക്കാറുമുണ്ട്. നമ്മളത് കേട്ട് കൈയടിക്കാറുമുണ്ട്. ഇവിടെ ഉൾക്കൊള്ളലാണ് പ്രധാനം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് സ്വയം പ്രകാശിക്കേണ്ടതാണ്. അത് നമ്മുടെ മനസ്ഥിതിയിൽ, നമ്മുടെ വാക്കിൽ, ചിന്തയിലുമെല്ലാം ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരോട് മറ്റുള്ളവർക്ക് വിധേയത്വമുണ്ടാകും. അവർ സ്വീകാര്യരായിത്തീരും. അങ്ങനെയുള്ളവർ ലോകവശ്യന്മാരായിത്തീരും. ആ രീതിയിൽ ലോകത്തെ വശീകരിക്കുവാൻ ശ്രീനാരായണ ഗുരുവിന്, അവിടുത്തെ ദർശനത്തിന് അസാധാരണമായ ഒരാകർഷണ ശക്തിയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കാന്തം അതിന് ശക്തിയുണ്ടെങ്കിലും ഈ പൊതിഞ്ഞു വച്ചാൽ ആ കാന്തത്തിന്റെ ശക്തി ക്ഷയിക്കില്ലേ എന്നാണ് തോന്നുന്നത്. ഈ കാന്തം ചെളിയിൽ പൊതിഞ്ഞിരുന്നാൽ അല്പം ആകർഷിച്ചേക്കാ ഇരുമ്പിനെയൊക്കെ. ആ ആവരണം അതിൻ്റെ ശക്തിയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലാതാക്കുകയല്ല. ഇപ്പം വിളക്കിന്റെ ചില്ല്, വിളക്കെരിയുന്നുണ്ട്, അതിൻ്റെ പ്രഭയുണ്ട്. പക്ഷേ ചില്ലുപൊടി പൊടി പുരണ്ടിരുന്നാൽ, ചില്ല് പുകഞ്ഞിരുന്നാൽ അത് തിരിനാളത്തിന്റെ കുഴപ്പമല്ല, ഈ പുകഞ്ഞ ചില്ല് അതിനെ മറയ്ക്കുന്നു എന്ന് പറയുന്നത് പോലാണ് മഹാത്മാക്കളുടെ ദർശനം. ഇവിടെ നമ്മൾ ശ്രീനാരായണ ദർശനം എന്ന് പറയുക. ശ്രീനാരായണ ദർശനം അന്യൂനമാണ്, അത് പൂർണ്ണമാണ്. പക്ഷെ ഇവിടെ ഒരു അപകടം. ശ്രീനാരായണ ഗുരുഭക്തന്മാർ ആ ദർശന വഴിയല്ല പോകുന്നത്. അവർ ഒരു പരിധിവരെ വിശ്വാസ വഴിയേ പോകുന്നു. അവർ ഗുരുവിനെ വിശ്വസിക്കുന്നതിലുപരി ഗുരുവിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. അഭിമാനികളാണ്. അഭിമാനികളായതുകൊണ്ട് അവർ എപ്പോഴും അസ്വസ്ഥരാണ്. അവരെപ്പോഴും പരാതിക്കാരാണ്. എങ്ങനെ? ഗുരുവിനെ വേണ്ട വിധം ലോകം അറിയുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. ഗുരുവിനെ കുറിച്ച് അവര് പറയുന്നില്ല, ഇവര് പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഇതെത്ര പേര് ഈ പറഞ്ഞു തെറ്റിയ താല്പര്യം മനസ്സിലായി എന്നറിയത്തില്ല, തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ക്ഷമിക്കുക. അഭിമാനബോധം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ നമ്മൾ കാണുന്ന എളുപ്പ വഴി ലക്ഷങ്ങളെയാണ് നിരത്തുക. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഗുരുവിനെ അംഗീകരിക്കും അത്രേ. എത്ര കാലമായി നമ്മൾ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ഗുരുവിനെ അംഗീകരിപ്പിക്കാൻ. പക്ഷെ ഗുരു എങ്ങനെ സ്വയം സർവലോകാനുരൂപനായി എന്നത് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ, അത് അവിടുത്തെ സ്വതപസ് കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ വഴിയെ നമ്മൾ പോകുമായിരുന്നു.
ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ നമ്മളായിത്തീരേണ്ടത് നമ്മൾ ശിഷ്യന്മാരാണായിത്തീരേണ്ടത്. ശിക്ഷണത്തിന് വിധേയപ്പെട്ടവർ, പാകതയിലേക്ക് വരണമെങ്കിൽ ശിക്ഷിതരായിത്തീരണം. വിശ്വാസ വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രം സ്ഥാപിക്കുക, കാലം മാറി അല്പം സമ്പന്നരൊക്കെ ഉണ്ടായി നമ്മുടെ ഇടയിൽ. സാധാരണക്കാരുടെയും നിലവാരം മെച്ചപ്പെട്ടു. ഭേദപ്പെട്ട ഒരു ക്ഷേത്രം നിമിഷം നേരം കൊണ്ട് കെട്ടി ഉയർത്താം. 4 പേരെ അറിയെ തന്നെ അതിൻ്റെ സമുദ്ഘാടനവും നടത്താം. പിന്നെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അതൊക്കെ അങ്ങ് പൊക്കോളും. വല്ല കാലത്തുമൊക്കെ ഒരിളക്കം. ഇവിടെ പോലും എന്തിനായി അതുണ്ടാക്കുന്നു? ഇപ്പൊ ഗുരു അന്നേ പറഞ്ഞു, ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ ഒരു പുതിയ ഉന്മേഷം എല്ലാവർക്കും കാണുന്നുണ്ട്. എന്നാൽ ക്ഷേത്രങ്ങൾ അവയുടെ ലക്ഷ്യങ്ങളെ സഫലമാക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാകുന്നു. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഗുരു ഇത് പറഞ്ഞിരുന്നു. നല്ല ഉത്സാഹം ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ ആളുകൾ പ്രദർശിപ്പിച്ചു വരുന്ന ഘട്ടത്തിൽ ഗുരു നൽകിയ ഉപദേശമാണ്. എന്തിനായി ഇത് പണിയുന്നു? ആ ലക്ഷ്യത്തെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാകുന്നു. ഇവിടെ നമ്മൾ എന്താണ് കാണേണ്ടത്? ഇത് നമ്മുടെ വിശ്വാസ സമർപ്പണ കേന്ദ്രങ്ങളായല്ല, ആത്മീയത വളർത്തുവാനുള്ള കേന്ദ്രങ്ങളായല്ല, നമ്മുടേത്, നമ്മുടെ അഭിമാനം. ഒരു തരത്തിൽ ഇതും ഒരു വിഭാഗീയ ചിന്ത തന്നെയാണ്. ഇവിടെ ശിഷ്യന്മാരാണോ? അവർ ഗുരുവിനെ മഹത്വപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. ഗുരുവിന് സ്വയമേവ മഹത്വമുണ്ട്. പക്ഷേ ലോകത്തിനത് ബോധ്യപ്പെടണമെങ്കിൽ ഗുരുവിനെ ആര് പിന്തുടരുന്നു, പിൻപറ്റുന്നു, അങ്ങനെയുള്ളവർ ആർജിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഗുരുവിന് ചേർന്ന ജനത എന്ന അവസ്ഥ. ഗുരുവിൻ്റെ ദർശനത്തെ പ്രകടമാക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു ജനത എന്ന അവസ്ഥ. ഇതിലൂടെയാണ് ഗുരു തൃപ്തിപ്പെടുക. എല്ലാ ഗുരുക്കന്മാരും പ്രവാചകന്മാരും വെളിപ്പെടുത്തിയിട്ടുള്ളതും ഇത് തന്നെയാണ്. നിന്റെ കർത്താവായ ദൈവം എങ്ങനെ പൂർണ്ണനായിരിക്കുന്നു അതുപോലെ നിങ്ങളും പൂർണ്ണരാകാൻ ശ്രമിക്കുവിൻ എന്നാണ് ബൈബിളിലെ ആഹ്വാനം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എപ്രകാരം പൂർണ്ണനായിരിക്കുന്നുവോ ആ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ദൈവത്തെ പിൻപറ്റുന്നവരും ഇതുപോലെ പൂർണ്ണരാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഗുരുവിനെ മഹത്വപ്പെടുത്തേണ്ടത്. ഇത് 4 പേരെ അറിയിക്കാൻ നമ്മൾ വ്യഗ്രതപ്പെടേണ്ടതില്ല, അറിഞ്ഞുകൊള്ളും. ആ മഹത്വം താനേ വ്യാപിച്ചുകൊള്ളും. ഇതായിരിക്കണം നമ്മുടെ നയം. ഇവിടെ സനാതനം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ടായിരുന്നു, ഇനിയുമുണ്ടാകും, എക്കാലത്തും ഉണ്ടാകും. ഇങ്ങനെ എന്താണോ മുമ്പുണ്ടായിരുന്നത്, ഇപ്പോഴുമുണ്ടായിരുന്നത്, എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, അതത്രേ സനാതനം.
ഗുരു സ്വയം വെളിപ്പെടുത്തുന്നു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്, അഥവാ ശരീരധാരിയായി വന്നത്, ഏതാണ്ടൊരു 73 വർഷക്കാലം അവിടുന്ന് സശരീരനായി ജീവിച്ചു. ബാഹ്യചക്ഷുക്കൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ അവിടുന്ന് ജനിക്കുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവതരിക്കുകയും ചെയ്തു, സമാധിസ്ഥനാവുകയും ചെയ്തു. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇതാ ആദ്യം സൂചിപ്പിച്ച ആ സനാതന ധർമ്മമുണ്ടല്ലോ, ആന്തരധർമ്മമുണ്ടല്ലോ, അത് പൂർണ്ണമായും സാക്ഷാത്കരിച്ച ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിക്കുക. നിങ്ങളീ കാണുന്ന ശരീരമല്ല ഞാൻ, നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇത് ഗുരുവിൻ്റെ ആ ഗുരുത്വത്തിൻ്റെ സ്വയം പ്രകാശനമാണ്. ഇത് നമുക്കൊരു ഉറപ്പാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരിക്കലും നശിക്കാത്തത്, ആദിയും അന്തമില്ലാത്തത്, ഒരിക്കലും ഇളക്കമില്ലാത്തത്, മാറ്റമില്ലാത്തത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ധൈര്യപൂർവ്വം ഒരു ഉത്തരം പറയാം. അത് ഗുരുവാണ്. എങ്ങനെ? ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാത്മാവ്, അതിനെ ആര് സാക്ഷാത്കരിച്ചു? അയാൾ പരമാത്മാവിൻ്റെ ദിവ്യരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് പ്രത്യക്ഷാനുഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ അറിഞ്ഞാൽ മതി, ഇതിനെ അനുസന്ധാനം ചെയ്താൽ മതി, ശാശ്വതമായ ആ സനാതന ധർമ്മം നമ്മൾ അറിഞ്ഞു, സാക്ഷാത്കരിച്ചു. ഈ ഒരു തെളിച്ചത്തിൽ, ഈ ഒരു സാക്ഷാത്കാര നിറവിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നേർവഴി പൊക്കോളും. എങ്ങനെ? ആ ദിവ്യരൂപത്തിൽ അടിയുറച്ച് ധ്യാനിച്ചു കൊണ്ടാൽ മതി. അവിടുന്ന് നമ്മുടെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അറിയാതെ പറയുന്ന അബദ്ധങ്ങളെ പിന്തുടർന്ന് നമ്മൾ പോകാതിരിക്കുക. അത് അതിൻ്റെ വഴിക്ക് സജീവമായി പൊക്കോളും. കാരണം അജ്ഞാനത്തിൻ്റെ വഴിയെയാണ് ലോകം പൊക്കൊണ്ടിരിക്കുന്നത്. നമ്മുടേത് അറിവിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ അറിയാനാണ് ശ്രമിക്കേണ്ടത്. അതിലേക്ക് ഒരു ചെറിയ സൂചന മാത്രമേ ഇന്ന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.